റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ഹോട്ടലിലാണ് കേട്ടോ ഞങ്ങൾ താമസം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെക്ക് ഇൻ ചെയ്ത് റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. നല്ല നട്ടപ്പുറ വെയിലായിരുന്നു കേട്ടോ. ഇട്ട സൺസ്ക്രീനൊക്കെ ഒളിച്ചിറങ്ങുന്നത് അറിയുണ്ടായിരുന്നു. എല്ലാവർക്കും നന്നിട്ട് വിശക്കുണ്ടായതുകൊണ്ട് തന്നെ ഇനി ഭക്ഷണം കഴിച്ചിട്ട് എന്തുള്ളൂ എന്നായിരുന്നു കമ്മിറ്റിയുടെ തീരുമാനം. ചില കടകളൊക്കെ നോമ്പായിട്ട് തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവസാനം കണ്ട ഹോട്ടൽ പാരഡൈസിൽ കയറി എല്ലാവരും നല്ലപോലെ ഊണ് കഴിച്ചു. നേരെ വിവേകാനന്ദ പാറയുടെ അവിടേക്കുള്ള ബോട്ടിന് ടിക്കറ്റ് എടുക്കാൻ പോയി. നല്ല നട്ടുച്ച സമയമായതുകൊണ്ട് തന്നെ കാര്യമായ ക്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരാൾക്ക് 75 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. കന്യാകുമാരിയിലേക്കുള്ള ഇതിൻ്റെ 2ാം വരവാണ്. 4ലോ 5ലോ പഠിക്കുമ്പോൾ വന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഓർമ്മകൾ പൊട്ടിയ കണ്ണാടി പോലെയാണ്. എന്തായിരുന്നു എന്നോ എങ്ങനെയായിരുന്നു എന്നൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. പച്ച കലർന്ന നീല നിറത്തോടെ പരന്നു കിടക്കുന്ന കടലും കാറ്റുമായിരുന്നു ആ ചൂടത്തൊരാശ്വാസം. ഞങ്ങളുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, ചുട്ടിട്ട് ഇരിക്കാനും നിൽക്കാനും വയ്യാന്ന്. അതന്നെയായിരുന്നു അവസ്ഥ. പണ്ട് നമുക്ക് വിവേകാനന്ദപ്പാട് അവിടേക്ക് മാത്രമേ പോകാൻ പറ്റുണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതും തിരുവള്ളുവരുടെ പ്രതിമയും കൂടെ ബന്ധിപ്പിച്ച് ഒരു ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുണ്ട്. കടലിൻ്റെ മീതെ കൂടി ഗ്ലാസ് ബ്രിഡ്ജിൽ നടക്കുന്ന അനുഭവം അത് അടിപൊളിയായിരുന്നു എന്ന് പറയാണ്ട് വയ്യ. ഞാൻ കുറേ നേരം അതുമ്പോൾ കയറി താഴേക്ക് നോക്കിയിരുന്നു. കയ്യിലുണ്ടായിരുന്ന കുപ്പിയിലെ വെള്ളമൊക്കെ കഴിഞ്ഞപ്പോൾ അവിടെ ഡ്രിങ്കിങ് വാട്ടർ എന്ന് എഴുതിയ പൈപ്പിൽ നിന്ന് വെള്ളം നിറച്ചുവെങ്കിലും അതിൻ്റെ രുചി ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഒരു ഫീൽ വരുന്നുണ്ടായിരുന്നില്ല. അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ബോട്ടിൽ ഇപ്പുറത്ത് എത്തിയതിനു ശേഷം ആദ്യം റെസ്റ്റോറൻറ്റിൽ കയറി ജ്യൂസ് കുടിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. എന്തായാലും ഓർമ്മകളൊക്കെ ഒന്ന് പൊടുത്തിട്ട് എണീറ്റുണ്ട്.